തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനുള്ള കൊടിമരം സമർപ്പിച്ചു. ഓലയും കുലയും കൊത്തൽ ചടങ്ങും നടത്തി. കോട്ടിക്കുളം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് കൊടിമരം ഘോഷയാത്രയായി എത്തിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ദേശാധിപസ്ഥാനം അലങ്കരിക്കുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം കഴിഞ്ഞ മഴക്കാലത്ത് ചെരിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് കൊടിമരം ഉപചാരപ്രകാരം അഗ്നിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പകരം പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതുവരെ കവുങ്ങിൻ്റെ താൽക്കാലിക കൊടിമരത്തിലാകും ആറാട്ടുത്സവത്തിൻ്റെ കൊടിയേറ്റ് നടത്തുക. ഈ വർഷത്തേക്കുള്ള ഈ കൊടിമരമാണ് ചൊവ്വാഴ്ച രാവിലെ കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി കൊണ്ടുവന്നത്. ബേക്കലം, കോട്ടിക്കുളം, കീഴൂർ, കാസർഗോഡ്, കുറുമ്പ ഭഗവതി ക്ഷേത്രങ്ങളിലെ സ്ഥാനികരുടെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം കൊടിമരത്തിൽ ശുദ്ധികർമ്മങ്ങൾ നടത്തി സ്ഥാനികർ മഞ്ഞൾക്കുറി വിതറി. ഇതിനുശേഷമാണ് കൊടിമരം ബാല്യക്കാരുടെ ചുമലിലേറ്റിയുള്ള ഘോഷയാത്ര പുറപ്പെട്ടത്. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ നീങ്ങിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിചേർന്നു. തൃക്കണ്ണാട് ക്ഷേത്രത്തിലെത്തിയ കൊടിമര ഘോഷയാത്രയെ മേൽശാന്തി നവീൻ ചന്ദ്ര കയർത്തായ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി രാജേഷ്, പാരമ്പര്യ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ മാസ്റ്റർ, ട്രസ്റ്റി അംഗം ഇടയിലും ശ്രീവത്സൻ നമ്പ്യാർ, മേലത്ത് സത്യനാഥൻ നമ്പ്യാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് ഘോഷയാത്രയെ യഥോചിതം എതിരേറ്റു. പിച്ചള പൊതിഞ്ഞ ധ്വജസ്തംഭമില്ലാതിരുന്ന പണ്ടുകാലത്തും കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് തൃക്കണ്ണാടപ്പരെ കൊടിമരം സമർപ്പിച്ചിരുന്നതെന്ന് സ്ഥാനികർ പറഞ്ഞു. തൃക്കണ്ണാട് ഇത് താൽക്കാലികമായിട്ട് ഒരു കവുങ്ങിൻ്റെ കൊടിമരം ഇവിടെ കോട്ടിക്കുളം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭാഗ ഇവിടെ എത്തിച്ച്, അത് 4 നാട്ടിലെ സ്ഥാനികന്മാരും ജനങ്ങളെല്ലാം പങ്കെടുത്തിട്ടാണ് ഇതെത്തിച്ചത്. അത് ഈ കൊടിമരം എത്തിക്കാൻ കാരണം പണ്ട് കാലത്ത് ഈ ഇവിടുത്തെ തൃക്കണ്ണാട് ഉത്സവത്തിന് കൊടിമരം ഉണ്ടായിട്ടില്ല. അന്ന് ആ കാലത്ത് കൊടുക്കുന്ന കൊടിമരമാണ് ഇന്നും ഞങ്ങൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഇവിടെ കൊടിമരം ഇല്ലാത്തത് കൊണ്ട്, മോശമായി നശിച്ചു പോയതുകൊണ്ട് ഇപ്രാവശ്യം നല്ലൊരു തടിയുള്ള നല്ല ലക്ഷണമൊത്ത ഒരു കൊടിമരം, കമുങ്ങ് കൊടിമരം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആറാട്ടുത്സവത്തിന് മുന്നോടിയായുള്ള ഓലയും കുലയും കൊത്തൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു. കരിപ്പൊടി തറയിൽക്കാരനവരുടെ കാർമ്മികത്വത്തിലാണ് ഓല കൊത്തിയത്. അണിഞ്ഞ കയ്യിൽ വീട് തറവാട്ടംഗത്തിൻ്റെ നേതൃത്വത്തിൽ കുലകൊത്തൽ ചടങ്ങും പൂർത്തിയാക്കി. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. മാർച്ച് 8-നാണ് പ്രസിദ്ധമായ തൃക്കണ്ണാട് ആറാട്ടിൻ്റെ കൊടിയേറ്റം. ന്യൂസ് ബ്യൂറോ, ഉദുമ.